ഹലോ കൂട്ടുകാരെ, ഇത് ഞാൻ 2 ദിവസമായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ട് കൊതിപ്പിക്കുന്നു. ഇന്ന് ഞാൻ അതിൻ്റെ കുറച്ച് ക്ലിപ്പുകളായിട്ടാണ് വന്നത്. ഇത് നമ്മുടെ എറണാകുളം ജില്ലയിൽ പാനിയൽ പോര് എന്നൊരു സ്ഥലത്താണ് പോയത്. സ്ഥലത്തിൻ്റെ പേരതാണ് പാനിയൽ പോര്. കാണാൻ വളരെ നല്ല പ്രകൃതി ഭംഗിയും എന്താ പറയുക പച്ചപ്പും, നമ്മൾ കാട്ടിൽ കൂടെ പോകുമ്പോൾ നല്ല ഫീലിങ്സ്, അതുപോലെ തന്നെ എന്താ പറയുക തൊട്ടപ്പുറത്ത് പുഴ, ഇപ്പുറത്ത് മറ്റേ മണൽപ്പരപ്പുകൾ, നല്ല രസമുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ കൊണ്ട് പോയാൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. കുറച്ചധികം ദൂരം നടക്കാണ്ട്, കുറച്ച് ഉള്ളിലേക്ക് കുറച്ച് നടക്കാണ്ട് നമുക്ക്. എന്നാലും നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മുടെ കേരളത്തിലാണെന്ന് പറയില്ല, വേറൊരു പുറത്തൊക്കെ പോയ പോലെ, തമിഴ്നാട് അങ്ങനെയുള്ള ജില്ലകളിൽ പോയ പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതേപോലെ നല്ല പ്രകൃതി രമണീയതയും ശാന്തമായ അന്തരീക്ഷം, നമുക്ക് കുട്ടികളെയും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഞങ്ങൾ പോയത് ക്രിസ്മസ് വെക്കേഷന് കുട്ടികളെയും കൊണ്ട് ഔട്ടിങ്ങിന് പോയതാണ് ഈ സ്ഥലത്ത്. നല്ല ഭംഗിയുണ്ട്. എന്തായാലും നല്ല കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമായി. സാധാരണ ഞങ്ങൾ പോവാറ് നമ്മുടെ അതിരപ്പള്ളി, വാഴച്ചാൽ അങ്ങനെയുള്ള സ്ഥലത്താണ്. ഇതാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഇവിടെ പോയപ്പോൾ എന്താ പറയുക, കുട്ടികളും വളരെ ഹാപ്പി ആയിരുന്നു. അതാണ് ഇപ്പം എൻ്റെ മോള് നോക്കി, എൻ്റെ മോൾക്ക് ഞാൻ വീഡിയോ എടുക്കാമെന്ന് മനസ്സിലായപ്പോൾ അവൾ തിരിഞ്ഞ് നോക്കി കളിക്കുക, മാറി വേഗം. ആൾക്ക് ഈ യൂട്യൂബൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ കാട്ടിൽ കൂടി നേരെ നമ്മൾ ചെന്നെത്തണത് കുറച്ചധികം ദൂരം നടക്കണം കേട്ടോ. ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് നമുക്ക് ഡ്രസ്സ് മാറാനൊക്കെ സ്ഥലമുണ്ട്. കുറച്ച് ദൂരം നടക്കണം എന്നുള്ളൂ. കുറച്ച് ദൂരം നടന്ന് നമുക്ക് എത്തിപ്പെടുന്നത് എന്താ പറയുക, നമ്മൾ കണ്ണിന് കുളിർമയേകുന്ന ഒരു സ്ഥലത്താണ്. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സായിട്ടാണ് പോയത്, അതായത് ചേട്ടൻ്റെ ഫാമിലിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. ഇതേ കണ്ടോ, നല്ല അടിപൊളി വെള്ളച്ചാട്ടത്തിലാണ്. ആ വെള്ളച്ചാട്ടത്തിൽ കുറേ പേര് അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. നമുക്ക് പോരി കാണണമെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നടുവിലൊരു കോണിയുണ്ട്. ആ കോണിയുടെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഷൂട്ട് ചെയ്യുന്ന ചിലപ്പോൾ അവർ നമ്മളെ എടുത്ത് വെള്ളത്തിലിടും. ഇപ്പോൾ ഈ കോണി കടന്ന് വന്നിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ. അവിടേക്ക് കടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം കല്ലിൻ്റെ ഇടയിൽ കൂടെ പോകണം, പിന്നെ വെള്ളത്തിൽ ചവിട്ടണം, അതേപോലെ നല്ല വഴുക്കലൊക്കെയും കാര്യങ്ങളുണ്ടാവും. നല്ല ശാന്തമായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ റെഡ് റിബണൊക്കെ കിട്ടിയത് എന്താ പറയുക, ഡേഞ്ചർ സോണാണ്. അവിടെ നമ്മൾ നിൽക്കണം. 3 നദികൾ സംഗമിക്കുന്ന സ്ഥലം, അതാണ് പാനിയൽ പോര് എന്ന് പറയുന്നത്. അത് കാണുമ്പോൾ തന്നെ എന്താ ഭംഗി. ശരിക്കും നമ്മളെല്ലാവരും അതെ, ശരിക്കൊരു കാണേണ്ട ഒരു പ്രകൃതി ഒരുക്കുകയാണ്, പ്രകൃതി വിസ്മയമാണിത്. അടിപൊളി എന്ന് പറഞ്ഞാൽ പോലെ വളരെയധികം നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന ഒരു രംഗമാണിത്. ഞങ്ങൾക്ക് പോയിട്ട് കുറച്ചധികം നേരം നിൽക്കാൻ പറ്റി. ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്, പക്ഷേ സാധിച്ചില്ല. കാരണം ഞങ്ങൾക്ക് വേറൊരു സ്ഥലം കൂടി കവർ ചെയ്യണം. കാരണം ഞങ്ങൾ